അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ടും മനോഹരമായിട്ട് ഓതാൻ നമുക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഏതൊരാൾക്കും പ്രായവ്യത്യാസമില്ലാതെ പഠിക്കാൻ കഴിയുന്ന ചെറിയ ഒരു ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് 17ാമത്തെ ക്ലാസ്സാണ്. 16 ക്ലാസ്സുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ആയത്തുകളെ ആയിട്ടുള്ളൂ. സൂറത്തുൽ ബഖറയുടെ 217 വരെയുള്ള ആയത്തുകളാണ്. ഇനി 218ാമത്തെ ആയത്താണ് നമുക്ക് ഓതാനുള്ളത്. അപ്പോൾ സൂറത്തുൽ ബഖറ തുടങ്ങിയിട്ടുള്ളൂ. സൂറത്തുൽ ബഖറ അല്ല, വിശുദ്ധ ഖുർആൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാം, പൂർണ്ണമായും ക്ലാസ് കേൾക്കണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അതുപോലെ തന്നെ താഴെയുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ, വാട്സപ്പ് ചെയ്താൽ നമ്മുടെ മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. പ്രായമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അത് ഒരു ഉപകാരമായിരിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കണമല്ലോ. നമുക്കൊക്കെ ഒരു വലിയൊരു ആഗ്രഹമായിരിക്കും സാധാരണക്കാരായ ആളുകൾക്ക് ഖുർആൻ ഒന്ന് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു ചെറിയ ഒരു അവസരമാണ് ഇൻഷാ അല്ലാഹ്. ക്ലാസ്സിന് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കാണുന്ന ആളുകളൊന്ന് ഫുൾ സ്ക്രീനിൽ കാണുക. അതിന് പുറമെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. إن الذين آمنوا والذين هاجروا وجاهدوا في سبيل الله أولئك يرجون رحمة الله والله غفور رحيم. ഇന്നല്ലദീന ആമനു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആദ്യം പറയുന്ന വിഷയം നമ്മൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ഓതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഷദ്ദുള്ള നൂന്, ഷദ്ദുള്ള മീമ്, ഇത് നമ്മൾ ഒന്ന് സാധാരണ അക്ഷരത്തിനേക്കാൾ ഒന്ന് ഡബിൾ ആക്കിയിട്ട് ഒന്ന് മണിക്കുക. ഇന്ന എന്നല്ല, അതിനെ ഡബിളൊക്കെ. ഇന്നല്ലദീന ആമനു, ഷദ്ദുള്ള നൂന്, ഷദ്ദുള്ള മീമ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് മണിക്കേണ്ടതാണ്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹ്. അപ്പൊ ഷദ്ദുള്ള നൂന് എവിടെ കണ്ടാലും നമുക്ക് മണിക്കുക, ഷദ്ദുള്ള മീമ് കണ്ടാലും മണിക്കുക. പിന്നെ മറ്റൊരു വിഷയം, നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്വാസം എവിടെയാണോ മുറിയുന്നത് അവിടെ നമുക്ക് വഖഫ് ചെയ്യേണ്ടി വരും, അഥവാ നിർത്തേണ്ടി വരും അല്ലേ. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു, ഞാനവിടെ വഖഫ് ചെയ്യേണ്ടി വന്നു. കാരണം അവിടെ ഇങ്ങനെ ഓതിപ്പോയപ്പോൾ ബാക്കി ഓതാനുള്ള ശ്വാസം നമുക്ക് കിട്ടാതെ വരുമ്പോൾ അവിടെ നിർത്തേണ്ടി വരും. അതിനാണ് വഖഫ് എന്ന് പറയുന്നത്. ശ്വാസം വിടാൻ വേണ്ടി നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുക. അപ്പൊ വഖഫ് എന്താണെന്ന് തിരിഞ്ഞല്ലോ അല്ലേ. ഇൻഷാ അല്ലാഹ്. വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹ്, ഞാനവിടെ വഖഫ് ചെയ്തു. ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക അല്ലേ. അപ്പൊ ഇനി എവിടെ നിർത്താൻ വേണ്ടി, ഇനിയിപ്പോ എങ്ങനെ നിർത്തുകയാണെങ്കിലും അവിടെ നിർത്തുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ആ പദത്തിൽ നോക്കേണ്ടതുണ്ട്. ഇപ്പൊ ഫീ സബീലില്ലാഹി എന്നുള്ളിടത്ത് ഫീ സബീലില്ലാഹ് അവിടെ കസറായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഹി എന്നതിന് ഹ് എന്നുള്ള സുക്കൂൻ കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഫീ സബീലില്ലാഹ്. എല്ലാ സ്ഥലത്തും സുക്കൂനാണോ? അല്ല, മിക്ക സ്ഥലങ്ങളിലും സുക്കൂനായിരിക്കും ഉണ്ടാവുക, കൊടുക്കേണ്ടത്.
തൻവീൻ ഫത്ഹോ നീട്ടാനുള്ള സ്ഥലമോ ആണെങ്കിൽ, തൻവീൻ ഫത്ഹ നീട്ടാനുള്ള സ്ഥലമോ ആണെങ്കിൽ അവിടെ നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഇന്നല്ലദീൻ അവിടെ നൂനിന് ഫത്ഹാണ്, അപ്പൊ ഫത്ഹ് നമ്മൾ സുക്കൂനാക്കണം. തൻവീൻ ഫത്ഹ് ഡബിൾ ഫത്ഹ് ഉണ്ടല്ലോ, ഡബിൾ ഫത്ഹ് വരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നീട്ടാനുള്ള സ്ഥലത്ത് മാത്രമേ നീട്ടുകയുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ സുക്കൂൻ കൊടുക്കണം. ഇന്നല്ലദീന എന്നുള്ളിടത്ത് സുക്കൂൻ കൊടുക്കണം. ഇന്നല്ലദീൻ അവിടെ നിന്ന് വഖഫ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടി പറയാ എന്ന് മാത്രം. നമ്മൾ എവിടെയാണ് നിർത്തുന്നത്? ഇന്നല്ലദീന ആമനു അവിടെ ഞാൻ നിർത്തിയപ്പോ ആമനു, കാരണം അവിടെ നീട്ടാനുള്ള സ്ഥലമാണ് നൂ. അപ്പൊ അവിടെ നീട്ടിയിട്ട് തന്നെയാണ് വഖഫ് ചെയ്യുന്നത്, കൂടുതൽ നീട്ടണ്ട. ആമനു ആമനു ഇന്നല്ലദീന 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 ആമനു വല്ലദീന ഹാജറു. കണ്ടില്ലേ? വല്ലദീന ഹാജറു വജാഹദു വജാഹദു അവിടെ വഖഫ് ചെയ്തു, നീട്ടാനുണ്ട്. വജാഹദു ഫീ സബീലില്ലാഹ് ഫീ സബീലില്ലാഹ്. തുടക്കത്തിൽ തന്നെ പറയുന്ന വിഷയം നമ്മൾ ബാക്കിയുള്ള ഇതിലൊക്കെ ഇനി ഓതാൻ പോകുന്നതിൽ സിമ്പിൾ ആകാൻ വേണ്ടിയാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ തുടക്കത്തിൽ തന്നെ പറയുമ്പോൾ ബാക്കിയുള്ള വിഷയങ്ങൾ ഇനി ഇങ്ങനെ ഓരോന്നും പിന്നെ പറയേണ്ട ആവശ്യം വരില്ല, നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം. വജാഹദു ഫീ സബീലില്ലാഹ് ഉലൈക യർജൂന റഹ്മത്തല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. അപ്പൊ നീട്ടാനുള്ള സ്ഥലം, തൻവീനുള്ള സ്ഥലം, തൻവീൻ ഫത്ഹ്, തൻവീൻ കസറായാലും തൻവീൻ ലമ്മായാലും അവിടെ സുക്കൂനാണ് കൊടുക്കേണ്ടത്. വജാഹദു ഫീ സബീലില്ലാഹ് ഫീ സബീലില്ലാഹി ഉലൈക യർജൂന റഹ്മത്തല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. വഖഫ് ചെയ്യുമ്പോൾ പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, വഖഫ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം, വഖഫ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ വഖഫ് ചെയ്യുന്ന അക്ഷരത്തിന് സുക്കൂനാവുകയും വേണം. വഖഫ് ചെയ്യുന്ന അക്ഷരത്തിന് സുക്കൂനാവുകയും വേണം. വഖഫ് ചെയ്യുന്ന അക്ഷരത്തിന് സുക്കൂനാവുകയും തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമാവുകയും ചെയ്യുമ്പോൾ അവിടെ അല്പം നീട്ടേണ്ടതാണ്. എവിടെ നീട്ടുക? മുമ്പത്തെ അക്ഷരം. ഇപ്പൊ ഉദാഹരണത്തിന് ഫീ സബീലില്ലാഹ് എന്നുള്ളടത്ത് ഫീ സബീൽ എന്നുള്ളടത്ത് വഖഫ് ചെയ്യുകയാണെങ്കിൽ ഫീ സബീൽ, ഇപ്പൊ ലാമിന്റെ അവിടെ നിർത്തുകയാണെങ്കിൽ സുക്കൂനാണ് കൊടുക്കുക, അല്ലേ? ലാമിന് കസറാണ്, ലാമിന് കസറാകുമ്പോൾ സുക്കൂൻ കൊടുക്കണം. തൻവീൻ ഫത്ഹോ നീട്ടാനുള്ള സ്ഥലമോ ആണെങ്കിൽ മാത്രമേ നീട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു അവസാനത്തെ അക്ഷരത്തിന്. ഇവിടെ ലാമിന് കസറായതുകൊണ്ട് ലാമിന് സുക്കൂൻ കൊടുക്കുന്നു. ഫീ സബീൽ എന്ന് പറഞ്ഞാൽ പോരാ, ലാമിന് സുക്കൂൻ കൊടുത്തു, യാ അവിടെ നീട്ടി. പക്ഷെ ഈ ലാമിന് സുക്കൂൻ, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള അക്ഷരമാവുകയും ചെയ്യുമ്പോൾ ഇവിടെ യാ ആണ് വന്നിട്ടുള്ളത്, നീട്ടാനുള്ള അക്ഷരമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് പുതിയ ഒരു മദ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതിന്റെ പേരാണ് മദ് ആരിദ് എന്ന് പറയും, മദ് ആരിദ്. അപ്പോ ഫീ സബീൽ തുടക്കം കണ്ടില്ലേ? ഇന്നല്ലദീൻ അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇന്നല്ലദീന എന്നുള്ളത് നൂനിന് സുക്കൂൻ കൊടുക്കുന്നു, അല്ലേ? ഫത്ഹ ആയതുകൊണ്ട് നൂനിന് സുക്കൂൻ കൊടുക്കുന്നു. തൊട്ട് മുമ്പുള്ള അക്ഷരം യാ അല്ലേ? നീട്ടാനുള്ള യാ ആണ്, നീട്ടാനുള്ള യാ ആയിക്കോട്ടെ, അലിഫ് ആയിക്കോട്ടെ, വാവ് ആയിക്കോട്ടെ, തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ളതാവുകയും അവസാനത്തെ അക്ഷരം സുക്കൂനാവുകയും ചെയ്യുന്ന സ്ഥലത്ത്
അല്പം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ആ നീട്ടുന്നതിന്റെ പേരാണ് മദ് ആരിദ് എന്ന് പറയും. ഇത് നമ്മൾ ഈ ആയത്തിൽ ഇങ്ങനെ പ്രത്യേകം പറയുന്ന അടുത്ത ആയത്തിലേക്ക് സൂചന തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകണം ഇൻഷാ അല്ലാഹ്. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹ്. ഇവിടെ അല്ലാഹി എന്ന വാക്കിന് ഹി എന്നതിന് കസറാണ്, അപ്പൊ അവിടെ സുക്കൂൻ കൊടുത്തു. പിന്നെ അല്പം നീട്ടണം. എന്താ കാരണം? അല്ലാഹ് എന്ന വാക്ക് എപ്പോഴും അല്ലാഹ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ ഫീ സബീലി അല്ലാഹ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഫീ സബീലി ഇല്ല എന്ന് പറയണേ. അതിനുള്ള കാരണം എന്താണ്? അല്ലാഹ് എന്ന വാക്കിന് മുമ്പ്, അല്ലാഹു എന്ന വാക്കിന് മുമ്പ് തൊട്ട് മുമ്പത്തെ അക്ഷരം കസറാണ് വന്നതെങ്കിൽ എപ്പോഴും അല്ലാഹി എന്നുള്ളത് ല എന്നായിട്ട് മാറും. ഫീ സബീലില്ലാഹ്, ഫീ സബീലില്ലാഹ്. അത് ഒന്ന് രണ്ടാളുകൾക്ക് തിരിയാൻ ബാക്കിയുണ്ടോ എന്നൊരു സംശയമുണ്ട് അല്ലേ? അല്ലാഹി എന്ന വാക്കിന് മുമ്പ് എപ്പോ കസർ വന്നാലും അവിടെ നമ്മൾ പറയേണ്ടത് ഫീ സബീലില്ലാഹ്, ലില്ലാഹി, അൽഹംദു ലില്ലാഹി, ലി അല്ലാഹി എന്നാണ് അല്ലേ? ലില്ലാഹി അവിടെ നമ്മൾ എങ്ങനെ പറയാ? ലില്ലാഹി. അൽഹംദു സർവസ്തുതിയും അല്ലെ, എല്ലാ സ്തുതിയും ആർക്കാണ്? ലില്ലാഹി, അള്ളാഹുവിനുള്ളതാണ്. അവിടെ ലില്ലാഹി എന്നാണോ? അല്ല, ലില്ലാഹി. എന്താ കാരണം? ലി എന്ന് കസർ വന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ബിസ്മില്ലാഹി, ബിസ്മില്ലാ എന്നല്ല, ബിസ്മില്ലാ എന്ന് പറഞ്ഞോ? ഇല്ല, ബിസ്മില്ലാഹി. എന്തേ കാരണം? അല്ലാഹു എന്ന വാക്കിന് മുമ്പ് കസർ വന്നാൽ ല എന്നാട്ടോ. അഊദു ബില്ലാഹി, ബില്ലാഹി, ബില്ലാ, ബില്ലാ. എന്തേ കാരണം? അല്ലാഹി എന്ന വാക്കിന് മുമ്പ് കസറാണ് വന്നത്. അപ്പൊ ബില്ലാ എന്ന് പറയുന്നത്. കസറല്ലാത്ത ബാക്കി ലമ്മായാലും ഫത്ഹായാലും അല്ലാഹ് എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഇതിന് ശേഷം കണ്ടില്ലേ? ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, റഹ്മത്തല്ലാഹ്, റഹ്മത്തല്ലാ എന്നല്ലല്ലോ പറഞ്ഞതിന്റെ കാരണം അല്ലാഹു എന്ന വാക്കിന് മുമ്പ് ഫത്ഹാണ് വന്നിട്ടുള്ളത്. അപ്പൊ റഹ്മത്തല്ലാഹി, വല്ലാഹു, റഹ്മത്തല്ലാഹ്. നമ്മളിപ്പോ പറഞ്ഞത് ഫീ സബീലില്ലാഹ്, ഫീ സബീലില്ലാഹ്. അപ്പൊ അവിടെ വഖഫ് ചെയ്യുമ്പോൾ നമ്മളെ വിഷയം അതാണ്, അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു മാത്രം. അല്ലാഹു എന്ന വാക്കിന് മുമ്പ് കസറാണ് വന്നതെങ്കിൽ അല്ലാഹ് എന്ന് പറയില്ല, ല എന്നാണ് പറയേണ്ടത്. അത് കൂട്ടത്തിൽ പറഞ്ഞു. ഇനി നമ്മളെ വിഷയം അല്ലാഹി എന്നാണ്. ഫീ സബീലില്ലാഹി. ഇവിടെ നമ്മൾ വഖഫ് ചെയ്തപ്പോ ഫീ സബീലില്ലാഹ്. കാരണം എന്താ? അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അല്ലാഹ് എന്ന് നിർത്തുമ്പോ അല്ലാഹ് എന്നൊരു ഒരു നീട്ടൽ അവിടെ വരുന്നുണ്ട് അല്ലെ? എപ്പോഴും ഫീ സബീലില്ലാഹ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അല്ലാഹു എന്ന വാക്ക് എപ്പോഴും വഖഫ് ചെയ്യുമ്പോൾ നിർത്തുമ്പോ അല്ലാഹ്, ഫീ സബീലില്ലാഹ്, ബിസ്മില്ലാഹ്, അഊദു ബില്ലാഹ്. അവിടെ നിർത്തുകയാണെങ്കിൽ അങ്ങനെയാ പറയേണ്ടത്. അപ്പൊ നമ്മളൊക്കെ ശരിക്ക് ബിസ്മിയൊക്കെ ശരിക്ക് പറയുമ്പോ അത് അതിൻ്റെതായ മട്ടം പോലെ നമ്മൾ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒച്ചത്ത് പറയണമെന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാക്കട്ടെ മറ്റുള്ള സമയത്തൊക്കെ ബിസ്മിക്ക് ഓതുമ്പോൾ നമ്മൾ അതിൻ്റെതായ രൂപത്തിൽ തന്നെ ഓതണം. കുട്ടികളൊക്കെ ഉണ്ട്, അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വീട്ടിൽ നിന്നാവുമ്പോൾ കൂടുതലായിട്ട് മദ്രസയിൽ നിന്ന് ഓതുന്നതിലേറെ ഒരു പക്ഷേ വീട്ടിൽ നിന്നായിരിക്കും കുട്ടികൾ ഓതുന്നുണ്ടാവുക. അപ്പൊ അത് നമ്മൾ പ്രത്യേകം രക്ഷിതാക്കളായ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതിന് അഊദും ബിസ്മിയും ഒരു പോക്കാണ് പോകും. ബാക്കി ചിലപ്പോൾ നല്ല ഉഷാറായിട്ട് ഓതുന്നുണ്ടാവും.
അത് പറ്റില്ല. തുടക്കം തന്നെ അഊദ് ആയിക്കോട്ടെ ബിസ്മി ആയിക്കോട്ടെ അതൊക്കെ നല്ല സ്ലോവിൽ സാധാരണ ഓതുന്നത് പോലെ തന്നെ ഓതണം. അപ്പം അത് ശീലം മാറാത്തതിൻ്റെ കുഴപ്പം കൂടുതൽ വീട്ടിൽ നിന്നായതുകൊണ്ടാണ്. ഉസ്താദ്മാർ എന്ത് ചെയ്യും, എത്ര ഓദിച്ചാലും പിന്നെ ഓദിക്കുന്ന സമയത്ത് ഒരു വട്ടല്ല, ഒരു ദിവസം 1-2 വട്ടമല്ല ഓദിപ്പിക്കുള്ളൂ ഒരാളെ കൊണ്ട്. അപ്പോൾ അങ്ങനെ ഓദിപ്പിക്കുന്ന സമയത്ത് പിന്നെ മൊത്തത്തിൽ വിഷയങ്ങൾ പറയാനാണല്ലോ. അപ്പോൾ ഓദിപ്പിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ശരിക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ വീട്ടിൽ നിന്ന് വീണ്ടും ചിലപ്പോൾ എന്ത് ചെയ്യും, മാറ്റമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളും അതേപോലെ തന്നെ ഓതണം. അഊദും ബിസ്മിയൊക്കെ വളരെ സ്ലോവിൽ സാവകാശം ഓതുക, അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഈ ക്ലാസ് കൊണ്ടുള്ള ഒരു പ്രയോജനം നമുക്ക് ഓതുക മാത്രമല്ല, നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്യുക, ആ രൂപത്തിലേക്ക് ഓതി കൊടുക്കാനും നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഒരുപാട് രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് സഹോദരിമാരും ഉമ്മമാരും വീട്ടിൽ നിന്ന് മക്കളെ ഇരുത്തിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ഓതി, പക്ഷെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാതെ വരുമ്പോൾ ഒരു വലിയ പ്രയാസം വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം നമുക്ക് ഈ ക്ലാസ്സിലൂടെ കാണാൻ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അതിന് എന്തോ കുഴപ്പമെന്ന് ചോദിച്ചാൽ, പിന്നെ ഉസ്താദ് നല്ല ഉഷാറായിട്ട് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ നേരെ തിരിച്ചാവും. കാരണം നമ്മുടെ അറിവ് വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ അറിവ് വെച്ചുകൊണ്ട് പല തെറ്റുകളും വരാനൊക്കെ സാധ്യതയുണ്ട്. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് ചിലപ്പം ഒരുപാട് തെറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കിയത് അതാണ് ശരിയെന്ന് മനസ്സിലാക്കിയിട്ട് അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം വലിയ പിഴവുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ഭാഗത്ത് പിഴവ് മാത്രമല്ല, മക്കളിലേക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോഴും അതിൽ വല്ലാത്ത പിഴവുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫീ സബീലില്ലാഹ് ഉലൈക യർജൂന റഹ്മത്തല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. ഗഫൂറുർ റഹീം, ഗഫൂറുർ റഹീം. തൻവീനിന്റെ ശേഷം റാ വന്നാൽ നിയമം എന്താണ്? നമ്മുടെ ആ നിയമം ഒന്ന് നോക്കാം അല്ലേ? ആ ചാർട്ടിലേക്കൊന്ന് നോക്കി, ജസ്റ്റ് ആ ചാർട്ടിലേക്കൊന്ന് ഒരു 2 മിനിറ്റ് കുറച്ച് സമയം ഒന്ന് നോക്കി ഏതൊക്കെയാണ് വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പിന്നെ പ്രത്യേകം കണ്ട ആളുകളൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ ശരിക്കും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. മനസ്സിൽ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ എഴുതി വെക്കുകയും ചെയ്യാം. നോട്ടിലോ എവിടെയെങ്കിലൊക്കെ എന്ത് ചെയ്തിട്ട് ഒന്ന് എഴുതി വെക്കുക. ഇവിടെയുള്ളത് ആ ചാർട്ടിലുള്ളത് ഇന്നക്ഷരത്തിന്റെ ശേഷം ഇന്നക്ഷരം വന്നാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ തൻവീനിന്റെ ശേഷം ഇന്നക്ഷരം വന്നാൽ സുക്കൂനുള്ള നൂനിന്റെ ശേഷം, സുക്കൂന് ഒന്നെങ്കിലും സുക്കൂന് അവിടെ കൊടുത്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കൊടുക്കൂല. സുക്കൂനുള്ള നൂനിന്റെ ശേഷം റാ വന്നാൽ ലാം വന്നാൽ, സുക്കൂനുള്ള നൂനിന്റെയും അല്ലെങ്കിൽ തൻവീനിന്റെ ശേഷം ലാമോ റാഓ വന്നാൽ എന്താണ് നിയമം? അതാണ് ഇദ്ഗാമും ബിലാ ഗുന്നയാണ്. അപ്പൊ ഈ നൂനിനെ അല്ലെങ്കിൽ തൻവീനും നൂനും ഒക്കെ ഒന്ന് തന്നെയാണ്. സുക്കൂനുള്ള നൂന് എന്ന് പറഞ്ഞാൽ സുക്കൂന് അവിടെ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇതാണ് സുക്കൂനുള്ള നൂനറിയാം, നൂനക്ഷരം. ഇനി തൻവീൻ എന്ന് പറഞ്ഞാലും സുക്കൂനുള്ള നൂന് തന്നെയാണ് അല്ലേ? ഗഫൂറുൻ എന്നാ പറയാ. റൂന് ഉച്ചരിക്കുമ്പോൾ റൂന് അവിടെ കൊടുത്തിട്ടില്ലെങ്കിലും ഉച്ചരിക്കുമ്പോൾ ഗഫൂറുൻ എന്നാണ് പറയാ അല്ലെ? ശരിക്കും അങ്ങനെയുള്ളത്. പക്ഷെ ആ റൂന്, അപ്പൊ അതിലുള്ള നൂന് അല്ലെങ്കിൽ സാധാരണ നൂന്, ആ നൂനിനെ റായിലേക്ക് കൊടുക്കണം. അപ്പൊ അതുകൊണ്ടാണ് രണ്ടാമത്തെ റാ കട്ടി കൂടാൻ കാരണം. ഈ റായിലുള്ള നൂനിനെ അല്ലെങ്കിൽ റായിന്റെ മുമ്പുള്ള നൂനിനെ, സാധാരണ നൂനുണ്ടല്ലോ അല്ലെങ്കിൽ തൻവീനിലുള്ള നൂന്, ഈ നൂനിനെ റായിലേക്ക് കൊടുക്കണം. അപ്പൊ ഈ റാ അല്ലെങ്കിൽ ലാമ് കട്ടി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ കട്ടി കൂട്ടുക, അത് തന്നെയാണ് എന്ത് ഇദ്ഗാം ബിലാ ഗുന്ന എന്ന് പറയുന്നത്. ഗഫൂറുൻ എന്ന് പറയാതെ റാ ആണ് ശേഷമുള്ള അക്ഷരമെങ്കിൽ ഗഫൂറുർ റഹീം എന്ന് പറയണം. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഈ നൂന് വെളിവാക്കേണ്ടതുണ്ട്,
അതിന്റെ ശേഷമുള്ള അക്ഷരം വന്നാൽ ഏതാണെന്ന് നോക്കണം. അപ്പൊ ഇൽഹാറിന്റെ അക്ഷരം നോക്കി. ഇൽഹാറിന്റെ അക്ഷരം ഹംസ, ആ, ഇ, ഉ. ഇതാണ് ഹംസ. ഹംസ, പിന്നെ ഹ, ഹ, ഹി, ഹു, ഹ, ഖ, ഐൻ, ഗൈൻ. ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഹൽക്കിന്റെ അക്ഷരമായി ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഹൽക്ക് എന്ന് പറഞ്ഞാൽ ഈ കഴുത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന അക്ഷരങ്ങളാണ് ഈ പറഞ്ഞ അക്ഷരങ്ങൾ. ഒന്ന് പറഞ്ഞു നോക്കുമേ. ഹ എന്ന് പറയുമ്പോൾ ഇവിടുന്നാണ്, കഴുത്തിന്റെ ഭാഗത്തു നിന്നാണ് അല്ലേ? അപ്പോ ഈ 6 അക്ഷരങ്ങൾ സുക്കൂനുള്ള നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീനിന്റെ ശേഷം വന്നാൽ അവിടെ എന്ത് ചെയ്യണം? വെളിവാക്കണം. ഏത്? തൻവീൻ അല്ലെങ്കിൽ നൂന് വെളിവാക്കണം. ശേഷമുള്ള അക്ഷരം ഈ പറയപ്പെട്ട 6 അക്ഷരത്തിൽപ്പെട്ടതാണെങ്കിൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇനി തൻവീനിന്റെ ശേഷം അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നാൽ നൂനിനെ മാറ്റി അല്ലെങ്കിൽ തൻവീനിലുള്ള നൂനിനെ മാറ്റി മീമാക്കി കൊടുക്കുക. അതിനെ മാറ്റിയിട്ട് മീമാക്കുക. അതന്നെ. ഇനി ഇവകൾക്ക് ശേഷം നൗമി, നൂന്, വാവ്, മീമ്, യ എന്ന അക്ഷരത്തിൽപ്പെട്ട 4 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരമാണ് സുക്കൂനുള്ള നൂന് വന്നതിന് ശേഷം വന്നതെങ്കിൽ, സുക്കൂനുള്ള നൂനിന്റെ ശേഷം നൂന് തന്നെയാണ് വന്നതെങ്കിൽ ആദ്യത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ബിലാ ഉന്നയിൽ പറഞ്ഞതുപോലെ കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം പോരാ, മണിക്കുകയും ചെയ്യണം. കൂട്ടി യോജിപ്പിച്ച് മണിക്കുക. നേരത്തെ പറഞ്ഞ് മണിക്കാൻ പാടില്ല, നേരെ കൂട്ടി യോജിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ മണിക്കുകയും ചെയ്യണം. അതാണെന്ത്? ഇദ്ഗാം ബിഗുന്ന, കൂട്ടി യോജിപ്പിച്ച് മണിക്കുക. ഇനി ഇപ്പൊ പറഞ്ഞത് ഇഖ്ലാബിന്റെ അക്ഷരമായ ബ പറഞ്ഞു. ഇദ്ഗാമും ബിലാഗുന്നയുടെ ലാമും റാവും പറഞ്ഞു. ഇദ്ഗാമും ബിഗുന്നയുടെ നൗമി, നൂന്, വാവ്, മീമ്, യാ പറഞ്ഞു. ഇദ്ഹാറിന്റെ 6 അക്ഷരമായ ഹംസ, ഹ, ഖ, ഐൻ, ഗൈൻ. ഇങ്ങനെ ടോട്ടൽ 13 അക്ഷരമാണ് ഇപ്പൊ പറഞ്ഞത്. ഈ 13 അക്ഷരമല്ലാത്ത ബാക്കി 15 അക്ഷരം, ടോട്ടൽ 28 അക്ഷരമാണ് അറബിയിലുള്ളത്. ആ 28 അക്ഷരത്തിൽ നിന്ന് 13 അക്ഷരം നമ്മൾ പറഞ്ഞു, പറയാത്ത 13 അക്ഷരം, പറയാത്ത 15 അക്ഷരം. അതിൽ ഏത് അക്ഷരം വന്നാലും ഇഖ്ഫ ചെയ്യണം, മറച്ച് മണിക്കുക. വ്യക്തമാക്കുകയും ചെയ്യാതെ പിന്നെ ഒഴിവാക്കുകയും ചെയ്യാതെ, ആ നൂനിനെ വ്യക്തമാക്കി അൻ എന്ന് പറയാതെ ഒഴിവാക്കുകയോ ചെയ്യാതെ മറച്ച് മണിക്കുക. രണ്ടിന്റെയും ഇടയിലായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഇപ്പോ ഗഫൂറുൻ എന്ന് ഉച്ചരിക്കാതെ തൻവീന്റെ ശേഷം റ ആയതുകൊണ്ട് തന്നെ ഗഫൂറുർ റഹീം എന്ന് പറയണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പൊ ഈ ഓതിയത് ഒന്നും കൂടി നോക്കാം. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹ് ഉലൈക യർജൂന റഹ്മത്തല്ലാഹി വല്ലാഹു ഗഫൂറുർ റഹീം. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ. അനിൽ ഖംരി, റാഇനി എപ്പോൾ കസ്റ വന്നാലും തർഖീഖ് ചെയ്യണം. ഖംറി എന്ന് പറയരുത്. റാഇന് കസ്റ ഇപ്പൊ നമ്മൾ സാധാരണ ബീബു എന്ന് പറയും, തീതു. ഇതേപോലെ റീ എന്ന് പറയരുത്. റാഇന് കസ്റ വന്നാൽ രീ എന്നാണ് പറയുക. അപ്പോൾ വൽ മൈസിർ, ഇവിടെ വഖഫ് ചെയ്താലും അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. കാരണം ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ റാഇന് സുക്കൂൻ വരും. നേരത്തെ പറഞ്ഞല്ലോ, തൻവീൻ ഫത്തു ഹ നീട്ടാനുള്ള സ്ഥലമോ അല്ലെങ്കിൽ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ റാഇന് സുക്കൂൻ കൊടുത്തു. വൽ മൈസിർ. പക്ഷെ ഇവിടെ മൈസിർ എന്ന് പറയാത്ത കാരണം എന്താണ്? രീ എന്ന് പറഞ്ഞാലേ കസ്ർ വരുള്ളൂ. രീ എന്ന് പറഞ്ഞാലേ കസ്ർ വരികയുള്ളൂ, തർക്കീക്ക് വരികയുള്ളൂ. റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ സ്ഥലത്തും റ് എന്ന് പറയില്ല. ചില സ്ഥലങ്ങളിൽ റി എന്ന് പറയും, തർക്കീക്കാക്കി പറയും. റാഇന് നമ്മൾ സാധാരണ അല്ലേ
റഹ്മാനിർ റഹീം. അർഹമു അർഹമുർ റഹീം അല്ലേ? അർഹം അവിടെ റായിന് സുക്കൂൻ കൊടുത്തു. അർ എന്നാണ് പറഞ്ഞത്. കാരണം തൊട്ട് മുമ്പുള്ള അക്ഷരം ഫത്ഹ ആയതുകൊണ്ട്. അപ്പൊ അങ്ങനെ ചില നിയമങ്ങളുണ്ട്, റാഇന്റെ നിയമങ്ങൾ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. റാഇന് സുക്കൂന് മുമ്പ് കെസറാണ് വരുന്നതെങ്കിൽ അവിടെ തർഖീഖ് ചെയ്യണം. അതാണ് എന്ത് വൽ മൈസിർ എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. ഫിർദൗസ്, ജന്നാത്തുൽ ഫിർദൗസ്. ഫിർദൗസ് എന്ന് പറയാതെ ഫിർ എന്ന് പറയാൻ കാരണം എന്താ? ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി അല്ലേ? ഫിർഔൻ എന്ന് പറയുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണം. അപ്പോൾ നമ്മൾ ഫിർ എന്ന് പറയാതെ ഫിർ എന്ന് പറയാനുള്ള കാരണം എന്താ? ഫിർ റാഇന് സുക്കൂന് മുമ്പ് കസ്ർ വന്നാൽ തർഖീഖ് ചെയ്യണം. ഇതാണ് നിയമം. ഈ നിയമത്തിന് വിരുദ്ധമായ ചില സ്ഥലങ്ങളുണ്ട്. അത് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ വഖഫ് ചെയ്തു വൽ മൈസിർ, വൽ മൈസിർ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. റാഇന് സുക്കൂന് മുമ്പ് കസ്റാണ് വന്നതെങ്കിൽ മൈസിർ എന്ന് തർഖീഖ് ആക്കിയാണ് പറയേണ്ടത്. ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ, ഇങ്ങനെയുള്ള സ്ഥലവും തർഖീഖ് ആക്കിയാണ് ഓതേണ്ടത്. ബസീർ, നകീർ, സഈർ. കഴിഞ്ഞ നമ്മളെ വാട്സപ്പ് ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മളെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെയുള്ള പദങ്ങൾ വഖഫ് ചെയ്യുമ്പോൾ തർഖീഖ് ആക്കിയാണ് ഓതേണ്ടത്. കബീർ, നകീർ, തബാറക സൂറത്തിലൊക്കെ പ്രത്യേകം ഉണ്ടല്ലോ. സഈർ, നദീർ, ബസീർ. വഖഫ് ചെയ്യുമ്പോഴേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. വഖഫ് ചെയ്യുമ്പോൾ റാഇന് സുക്കൂന് മുമ്പ് നീട്ടാനുള്ള അക്ഷരം, അതിന് മുമ്പ് കസ്ർ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും? തർഖീഖ് ആക്കിയാണ് ഓതേണ്ടത്. കബീർ, ഇസ്മുൻ കബീർ. നേരത്തെ പറഞ്ഞു ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ. ഇവിടെ മദ്ദുണ്ട്. ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ. തൻവീൻ വന്നു ഇസ്മുൻ, തൻവീൻ വന്നു ഇസ്മുൻ എന്ന് പറയാതെ ഇസ്മുൻ കബീർ. ശേഷമുള്ള അക്ഷരം കാഫാണ് അല്ലേ? തൻവീനിന്റെ ശേഷം വന്ന അക്ഷരം കാഫാണ്. ഇങ്ങനെയാണ് നോക്കേണ്ടത്. തൻവീനിന്റെ ശേഷമുള്ള അക്ഷരം ഏതാണ്? കാഫാണ്. കാഫ് നേരത്തെ പറഞ്ഞ 13 അക്ഷരത്തിൽ പെട്ടതല്ല, 15 അക്ഷരത്തിൽ പെട്ടതാണ്. ഇഖ്ഫാന്റെ അക്ഷരമാണ്. അപ്പൊ ഇസ്മുൻ എന്ന് വ്യക്തമാക്കുകയില്ല. ഇസ്മു എന്ന് ഒഴിവാക്കിയിട്ട് ഇസ്മു കബീർ എന്ന് പറയില്ല. പക്ഷേ രണ്ടിന്റെയും ഇടയിൽ ഇസ്മു കബീർ. ഇതിനാണ് ഇഖ്ഫാ എന്ന് പറയാം. ഇതിനാണ് ഇഖ്ഫാ എന്ന് പറയാം. ഇനി അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്, വമനാഫിഉ ലിന്നാസ്. ശദ്ദുള്ള നൂന് അവിടെ ഞാൻ വഖഫ് ചെയ്തപ്പോൾ സി എന്നതിന് സുക്കൂൻ കൊടുത്തു. അതിന് തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള അക്ഷരമായതുകൊണ്ട് ലിന്നാസ് എന്നാണ് വഖഫ് ചെയ്തുകൊണ്ട് പറയേണ്ടത്. വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ. അതാണ് നേരത്തെ പറഞ്ഞ സുക്കൂനുള്ള നൂനിന്റെ ശേഷം നൗമി, നൂന് വാവ് മീമ് യാ, നൂന് വാവ് മീമ് യാ ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് വന്നാൽ, സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് വന്നാൽ ആദ്യത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് കൊടുത്തുകൊണ്ട് കൂട്ടി യോജിപ്പിക്കുകയും ഇതിന് കൂടെ മണിക്കുകയും ചെയ്യുക. അപ്പൊ എങ്ങനെ മണിക്കുക? മിൻ നഫഇഹിമാ, മിൻ നഫഇഹിമാ, മിൻ നഫഇഹിമാ. മിന്നഫ് എന്നല്ല, മിന്നഫ് എന്നല്ല, മിൻ മിന്ന എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിച്ച് മണിക്കുകയും ചെയ്യണം. മിൻ അത് പറയാം, അതാണ് മണിക്കുക. മിൻ നഫഇഹിമാ.
അവിടെ മിൻ നഫ്ഇഹിം എന്ന് പറയാതെ നഫ്ഇഹിമ എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം മനസ്സിലായില്ല അല്ലേ? എന്താ കാരണം? നീട്ടാനുണ്ട്, അവസാനം അലിഫുണ്ട്. അപ്പൊ അവിടെ മിൻ നഫ്ഇഹിമ അവിടെ എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്? നീട്ടാനുള്ള സ്ഥലവും തൻവീൻ ഫത്ഹുള്ള സ്ഥലവും അങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്. وَيَسْأَلُونَكَ مَاذَا يُنْفِقُونَ قُلِ الْعَفْوَ مَاذَا يُنْفِقُونَ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഫാ ആണ് വന്നിട്ടുള്ളത്. യുൻഫി ല്ലേ? ഫാ നേരത്തെ പറഞ്ഞ 13 അക്ഷരത്തിൽപ്പെട്ടതല്ല. ഇദ്ഗാം ബിഗുന്നയുടെ, ഇദ്ഗാം ബിലാഗുന്നയുടെ, ഇഖ്ലാബ്, ഇൽഹാർ, അതുപോലെ തന്നെ പിന്നെ നൗമ് ല്ലേ? ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാഗുന്ന, ഇഖ്ലാബ്, ഇൽഹാർ ഇവയിൽപ്പെട്ടതൊന്നുമല്ല. അപ്പോ ഫാ ഇഖ്ഫായിന്റെ അക്ഷരമാണ്. യുൻഫിഖൂന എന്ന് പറയുന്നത് യുൻഫിഖൂന ഖുലിൽ അഫു ഖുലിൽ അഫു ഖുലിൽ കൂട്ടി വയ്ക്കുക. ഖുലില് വസ്ലിന്റെ ഹംസ ഒഴിവാകുന്നതാണ്. ഖുലിൽ അഫു كذلك يبين الله لكم الآيات لعلكم تتفكرون. ആയാതി നീട്ടാനുള്ള കാരണം എന്താണ്? ലക്കുമുൽ ലക്കുമുൽ ആയാതി ലഅല്ലകും തതഫക്കറൂൻ. ലക്കുമുൽ ആയാതി ലാമിന്റെ ഇടയിലാണ് ഹംസ വന്നതെങ്കിൽ എന്നാണ് വായിക്കേണ്ടത്. കാരണം ഇടയിൽ വന്ന ഹംസക്ക് ശേഷമാണ് അലിഫുള്ളത് അല്ലെ? ഒരു അലിഫുള്ള പോലെ ഇല്ല, ലാമിന്റെ അലിഫ അങ്ങോട്ടില്ലേ? അപ്പൊ അലിഫിന്റെ മുകളിലാണെങ്കിൽ എന്നാണ് പറയാ. ലകുമുൽ ആയാതി ലഅല്ലകും തതഫക്കറൂൻ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹംസ ഈ ലാമിന്റെ മുകളിലുള്ള അലിഫിന്റെ മുകളിലാണ് വരുന്നെങ്കിൽ എന്നാണ്, അതിന്റെ ഇടയിലാണ് വന്നെങ്കിൽ എന്നാണ്. ലകുമുൽ ആയാതി ലഅല്ലകും തതഫക്കറൂൻ. വഖഫ് ചെയ്തു, ആയത്തിന്റെ അവസാനമാണ്. അപ്പൊ പിന്നെ വഖഫ് ചെയ്യല്ലോ. നൂനിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമായ വാവാണ് വന്നിട്ടുള്ളത്. തതഫക്കറൂൻ. നൂനിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനാകുമ്പോൾ അതിന്റെ പേരാണ് മദ് ആരിദ്. നൂനിന് സുക്കൂന് തൊട്ട് മുമ്പ് വരുമ്പോൾ അവിടെ അല്പം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. തതഫക്കറൂൻ മദ് ആരിദ് വരും, പുതിയൊരു മദ് ഉണ്ടാവുകയാണ്. നേരെ മറിച്ച് അവിടെ നിർത്തുന്നില്ല എങ്കിൽ ലഅല്ലകും തതഫക്കറൂന ഫിദ്ദുനിയ വൽ ആഖിറ, ഫിദ്ദുനിയ വൽ ആഖിറ. അപ്പൊ സാധാരണ മധ്യ ഉണ്ടാവും. തതഫക്കറൂന ഫിദ്ദുനിയ സാധാരണ ഒരു നീട്ടൽ. നോക്കാം. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ. നമ്മുടെ കൂടെ ഓതുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാം? നല്ല സാവകാശം ഒന്ന് ഓതി നോക്കുക. ഇൻഷാ അല്ലാഹ് വളരെ മനോഹരമായിട്ട് നമുക്ക് പാരായണം ചെയ്യാൻ വേണ്ടി പഠിക്കണം. നമ്മൾ കുറഞ്ഞ ആയത്ത് ആണ് ഓതുന്നതെങ്കിലും ഓതുന്നത് വളരെ കറക്റ്റായിട്ട് ഓതാൻ വേണ്ടി ശ്രമിക്കുക. കഴിവിന്റെ പരമാവധി, പ്രത്യേകിച്ച് തീരാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ബേജാറാണ്ട. നമ്മുടെ കൂടെ ഓതിയാൽ തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് കഴിയുന്നത് വരെ കഴിവിന്റെ പരമാവധി കൂടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഓതിയാൽ നമുക്ക് ഒന്നല്ല 2 ഖത്മ് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ, ബാക്കി നിങ്ങൾ ഓതുന്നതിനനുസരിച്ച് എത്രയും ഖത്മ് നമുക്ക് തീർക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഖത്മ് കഴിഞ്ഞതിന് ശേഷം ഒരു നല്ലൊരു ദുആ ചെയ്യണം. അല്ലാഹു തആല അതിനൊക്കെയുള്ള തൗഫീഖ് നൽകട്ടെ. അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെ പ്രത്യേകമായിട്ട് ദുആയിൽ ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെ ദുആകളും എല്ലാവരുടെ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസം പറഞ്ഞുകൊണ്ട് പിന്നെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന പ്രായമുള്ള മുതിർന്ന ആളുകളൊക്കെ ഉണ്ട്, സഹോദരന്മാരുണ്ട്, ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. 10, 60, 70, 80 ഒക്കെ വയസ്സുള്ള ഒരുപാട് ആളുകൾ ഉണ്ട്. അത് മാത്രമല്ല വിശുദ്ധ ഖുർആനൊക്കെ ധാരാളമായിട്ട് ഖത്മുകൾ തീർക്കുന്ന ഒരുപാട് സഹോദരന്മാരൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. ഇനിയും ധാരാളമായിട്ട് നമ്മുടെ ക്ലാസ് കേൾക്കുന്നതിലൂടെ
ഒരുപാട് മനോഹരമായിട്ട് ഖത്മുകളൊക്കെ തീരുമ്പോൾ അതൊക്കെ ഒരു വലിയ സന്തോഷമാണ്. അതൊക്കെ നമുക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ്. അള്ളാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ലാസ് എടുക്കുന്നത് ചെറിയൊരു ക്ലാസ് ആണെങ്കിലും ചെറിയൊരു സഹായം എന്ന നിലക്കാണെങ്കിലും അതിനൊക്കെ ഒരു പ്രതിഫലം നമുക്കൊക്കെ കിട്ടുമല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓതുന്ന ആളുകളും കേൾക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, നമുക്കും അതിൻ്റെയൊക്കെ ഒരു ഭാഗമാകാൻ വേണ്ടി നിങ്ങളൊക്കെ എന്ത് ചെയ്യുക, കഴിവിൻ്റെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. ആരൊക്കെ ഓതുന്നു അതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് മാത്രമല്ല നമ്മുടെ മാതാപിതാക്കൾ, കാരണം നമ്മെ നന്നാക്കിയ ഓതാൻ വേണ്ടി പ്രാപ്തമാക്കിയ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ ഉസ്താദുമാർ, വേണ്ടപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ കിട്ടുമ്പോൾ ആ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുത്ത ഒരുപാട് ആളുകളുണ്ട്. സഹോദരിമാരും ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ട്. അതിനുവേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് അധ്വാനിക്കുന്ന ഒരുപാട് നാട്ടിലുള്ളവരും സ്വദേശത്തും വിദേശത്തൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതിൻ്റെ പ്രതിഫലം കിട്ടുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിനൊക്കെ ഒരു പ്രതിഫലം നമുക്ക് മാത്രമാണോ? നമ്മൾ വീട്ടിൽ നിന്ന് അതിനു വേണ്ടി സേവനം ചെയ്യുന്ന ഉമ്മമാരുണ്ട്. അതുപോലെ തന്നെ അതിനുവേണ്ടി എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്ന സഹോദരന്മാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതിനൊക്കെ ഓരോ നിലക്കും പ്രതിഫലങ്ങൾ ലഭിക്കുകയാണ്. പല നിലക്കും നമുക്ക് കിട്ടുകയാണ്. നമ്മൾ അറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ധാരാളം പ്രതിഫലങ്ങൾ കിട്ടുകയാണ്. നമ്മളൊക്കെ നല്ല നിയ്യത്തോടുകൂടെ ഒക്കെ ചെയ്താൽ അതിനൊക്കെ വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ആലിമയും നമ്മളൊക്കെ കഴിവിൻ്റെ പരമാവധി നമുക്കൊക്കെ വേണ്ടി ഒരുപാട് ആളുകൾ സഹായിച്ചവരുണ്ട്, ഭക്ഷണം തന്നവരുണ്ട്. അവർക്കൊക്കെ ഇതിനൊക്കെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവരൊക്കെ ഉണ്ട് ഭക്ഷണം തന്ന, പ്രത്യേകിച്ച് ഉസ്താദുമാർ മുത്തഅല്ലിമീങ്ങളൊക്കെ ആകുന്ന സമയത്ത് അവർക്ക് വേണ്ടിയൊക്കെ ഭക്ഷണം നൽകുന്ന ഒരുപാട് ഉമ്മമാർ, സഹോദരന്മാർ അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇതിന്റെ പ്രതിഫലം ലഭിക്കുകയാണ്. അവരൊക്കെ ഇതൊന്നും ആഗ്രഹിച്ചുകൊണ്ടെന്നല്ല. ഒരാൾ നമ്മളെ കൊണ്ട് ആലിമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ കഴിവിന്റെ പരമാവധി മുത്തഅല്ലിമീങ്ങളൊക്കെ സഹായിക്കുക എന്നുള്ളത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ പഠിപ്പിച്ചതനുസരിച്ച് നമ്മുടെ സഹോദരിമാര്, ഉമ്മാമ്മമാര്, വല്യപ്പാരൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും, കഴിവിന്റെ പരമാവധി ഭക്ഷണം കൊടുത്തുകൊണ്ടും നമ്മളൊക്കെ, കാരണം മറ്റു നാട്ടിൽ പോയിട്ട് ദർസൊക്കെ പോയിട്ട് ഓതുന്ന സമയത്ത് അപ്പോ ആലിമ് മുത്തഅല്ലിമ് ഇൽമുമായി ബന്ധപ്പെട്ട് പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും ഇൽമുമായി ബന്ധപ്പെടും അതിന് വലിയൊരു പവറാണ്. ചില ആളുകൾക്ക് ഒരുപാട് കഴിവുകളുണ്ടാവും, ഒരുപാട് കഴിവുകൾ ഇല്ലാത്തവരുണ്ടാവും. എന്നാലും ഇൽമുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു പുണ്യമുള്ള കാര്യമാണ്. അത് ആലിമാകാൻ വേണ്ടിയോ വലിയ വലിയ ഉസ്താദുമാരാകാൻ വേണ്ടിയോ ഒന്നല്ല. നമ്മൾ ഇൽമ പഠിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. എല്ലാവർക്കും ഉസ്താദുമാരോ ആകും ഇല്ല. ഒരുപാട് ആളുകൾ പല നിൽക്കും പല മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ടാവും. നമ്മൾ ഉസ്താദുമാരാകാൻ വേണ്ടി ഭക്ഷണം നൽകുന്ന ആളുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വലിയ മുത്തഅല്ലിമായി കാണാൻ, വലിയ ഉസ്താദായി കാണാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ആയിക്കൊള്ളണം എന്നില്ല. അപ്പൊ ആ നിലക്കൊക്കെ ഇൽമുമായി ബന്ധപ്പെടുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമായതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ശബ്ദം ശ്രവിക്കുന്ന ഒരുപാട് ആളുകൾ, ഞാൻ പ്രത്യേകം ഈ വിഷയം പറയാനൊക്കെ കാരണം ഒരുപാട് ആളുകൾ വിഷയങ്ങളൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ മുത്തഅല്ലിമീങ്ങളെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്കൊക്കെ ഒരു കൂടുതൽ ഉത്സാഹമൊക്കെ കിട്ടും എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ട് കഴിവിൻ്റെ പരമാവധി ഇൽമ് ഇവിടെ നിലനിൽക്കണം. അതിനു വേണ്ടിയൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മുടെ നാട്ടിലൊക്കെ എന്ത് ചെയ്യുക, കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസമുള്ളവരുണ്ട്, ഉരവേദന ഉള്ളവർ, അതുപോലെ തന്നെ ഡിസ്കിനും മറ്റുള്ള മുട്ടിനും ഇങ്ങനെ പല നിലക്കും തേയ്മാനവും, അതുപോലെ തന്നെ പല പ്രയാസങ്ങൾ, പല രോഗങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും പരിപൂർണ ആഫിയത്ത് ദീർഘായുസ്സും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഈ ഒരു വിശുദ്ധ ഖുർആന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട്, ഈ ഒരു ക്ലാസിന്റെ ബറക്കത്ത് കൊണ്ട് ഒരുപാട് ആളുകൾ ആമീൻ പറയുന്നുണ്ട്. ഈ ആമീന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് എല്ലാവർക്കും നീ പരിപൂർണ ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഞങ്ങളൊക്കെ ആഖിബത്തിനെ നന്നാക്കി തരണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, നീ പരിപൂർണ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ ഈമാനിലായിക്കൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ കടമുള്ളവർ, വീടില്ലാത്തവർ, അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് മക്കളില്ലാത്തവർ ഇങ്ങനെ പറഞ്ഞ്
കുടുംബത്തിലെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, പിന്നെ മക്കളൊക്കെ സ്വാലിഹ്യങ്ങളാകാൻ വേണ്ടി അല്ലാഹു തആല എല്ലാവരും ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രത്യേകിച്ച് 1-2 വിഷയങ്ങൾ സഹോദരന്മാരൊക്കെ പിന്നെ പ്രത്യേകം പറഞ്ഞുകൊണ്ട് പല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മുറാദുകളൊക്കെ അറിയുന്ന റഹ്മാനായ റബ്ബ് ഇനി പൂർത്തീകരിച്ച് നൽകണം. റഹ്മാന് ദുആക്ക് ഇജാബത്ത് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഇൻഷാ അല്ലാഹ്. 1-2 സഹോദരന്മാരൊക്കെ പ്രത്യേകം പിന്നെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. ആ വിഷയങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ സമ്പത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബത്തിൽ, കുടുംബജീവിതത്തിലും, അതുപോലെ തന്നെ ജോലികളിൽ, കച്ചവടങ്ങളിൽ, മറ്റുള്ള എല്ലാ സംരംഭങ്ങളിലും അല്ലാഹു തആല എല്ലാ നിലക്കും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. നിങ്ങളൊക്കെ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദുആയിലേക്ക് ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ വിഷയങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ എന്ത് ചെയ്യും, ഒരു പിന്നെ വിഷയം ഇങ്ങനെ ഓതിപ്പോവുകയുള്ളൂ. ചില വിഷയങ്ങൾ മാത്രമേ പറയുകയുള്ളൂ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر. റാഇന് സുക്കൂന് മുമ്പ് ഫത്ഹ ആയതുകൊണ്ടാണ് അക്ബർ എന്ന് പറഞ്ഞത്. وإثمهما أكبر من نفعهما ويسألونك ماذا ينفقون قل العفو كذلك يبين الله لكم الآيات لعلكم تتفكرون في الدنيا والآخرة നീട്ടാൻ കാരണം ഇടയിലായതുകൊണ്ട് ദുന്യ എന്ന വാക്ക് സുക്കൂനുള്ള നൂനിന്റെ ശേഷം യാ ആണ് വന്നിട്ടുള്ളത്. ഈ പദം അതിന് സാധാരണ നമ്മൾ പറഞ്ഞത് നൂനിന് ശേഷം യാ വന്നാൽ കൂട്ടിയോജിപ്പിച്ച് മണിക്കടം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഈ പദം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പദമാണ്. ഫിദ്ദുന്യ എന്ന് വ്യക്തമാക്കി പറയണം. ഫിദ്ദുന്യ വൽ ആഖിറ ويسألونك عن اليتامى قل إصلاح لهم خير. ഇസ്ലാഹുൻ എന്ന തൻവീനിന്റെ ശേഷം ലാമു വന്നു. അപ്പൊ എന്ത് ചെയ്യണം, ലാമോ റോ വന്നാൽ ഇസ്ലാഹുല്ല തൻവീനിലുള്ള നൂനിനെ ലാമിലേക്ക് കൊടുത്തു. ഇസ്ലാഹുല്ല എന്ന് കൂട്ടി വായിക്കണം. ഇസ്ലാഹുല്ലഹും ഖൈർ, ലഹും ഖൈർ. ഈ പദവും തർഖീഖാക്കിയാണ് ഓതേണ്ടത്. ഖൈർ, ഖൈർ എന്നല്ല ഖൈർ. റാഇന് സുക്കൂന് മുമ്പ് ഗസ്ർ അല്ല, മുമ്പ് സുക്കൂനുള്ള യാ ആകുമ്പോൾ മദ്ദലീനും വരുന്നുണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു ഇൻഷാ അല്ലാഹ്. വഇൻ തുഖാലിതൂഹും ഫഇഖ്വാനുകും. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം ഇൻഷാ അല്ലാഹ്. എല്ലാ വിഷയം കൂടി ഞാൻ പിന്നെ പറയുന്നില്ല. ചില ക്ലാസ്സുകൾ ചില വിഷയങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞത് തന്നെ പറയും. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഈ പറഞ്ഞ വിഷയങ്ങൾ പിന്നെ കൂടുതലായിട്ട് പറയില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, ഓരോ ക്ലാസ്സുകളായിട്ട് പ്രത്യേകമായിട്ട് പറയാം ഇൻഷാ അല്ലാഹ്. ഇസ്ലാഹുൽ ലഹും ഖൈർ വഇൻ തുഖാലിതൂഹും ഫഇഖ്വാനുകും വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹ് ولو شاء الله لأعنتكم إن الله عزيز حكيم. عزيز حكيم. തൻവീന് ശേഷം ഹ വന്നു. ഇദ്ഹാറിന്റെ അക്ഷരമാണ്. അസീസുൻ എന്ന് പറയണം. ഹ ഇദ്ഹാറിന്റെ അക്ഷരമാണ്. നമ്മുടെ ചാർട്ടിലേക്കുള്ള കണ്ണെപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. ആ ചാർട്ട് നമ്മുടെ മനസ്സിലുണ്ടാകണം. തൻവീന് ശേഷം ഇദ്ഹാറിന്റെ അക്ഷരമായ ഹംസ, ഹ, ഖ, ഐന്, ഐന് ഇവിടെ ഹ ആണ് വന്നത്.
في الدنيا والآخرة ويسألونك عن اليتامى قل إصلاح لهم خير قل إصلاح لهم خير وإن تخالطوهم فإخوانكم والله يعلم المفسد من المصلح ولو شاء الله لأعنتكم إن الله عزيز حكيم ولا تنكحوا المشركات حتى يؤمن ولأمة مؤمنة خير من مشركة ഇവിടെ വലഅമതു തൻവീന് ശേഷം നൗമി നൂനെ വാവ് മീമ് യാ വന്നാൽ എന്ത് ചെയ്യണം വലഅമതു മുഅ്മിന വഖഫ് ചെയ്തോ മുഅ്മിനത്തുൻ എന്നാണ് മുഅ്മിന അട താ മാറിയിട്ട് മുഅ്മിന ലേ മുഅ്മിന മുഅ്മിന എന്നല്ല മുഅ്മിന അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രിക മുഅ്മിനത്തുൻ എന്ന് വ്യക്തമാക്കണം. കാരണം എന്താ ശേഷമുള്ള ഖ ആണ്, അക്ഷരമാണ്. മുഅ്മിനത്തുൻ ഖൈറും ഇദ്ഗാം ബിഗുന്ന നൂനിന്റെ തൻവീന് ശേഷം മീം വന്നു ല നൗമി നൂന് വാവ് മീം യാ ഖൈറും മിൻ മുശ്രിക ഖൈറും മിൻ മുശ്രിക രണ്ടും ഒരു നിയമമാണ്. ഖൈറും മിൻ മുശ്രിക എന്നുള്ളടത്തും മിൻ മുശ്രിക. കാരണം എന്താ നൂനിന്റെ ശേഷം ഒന്ന് നൂനിന്റെ ശേഷം ഒന്ന് തൻവീന്റെ ശേഷമായാലും നൂനിന്റെ ശേഷമായാലും മീം വന്നാൽ നൗമി നൂന് വാവ് മീം യാ കൂട്ടി യോജിപ്പിക്കുക പണിക്കാം. ഖൈറും എന്ന് പറയാതെ ഖൈറും മിൻ മുശ്രികത്തിൻ വലൗ അഅജബതുകും ولا تنكحوا المشركين حتى يؤمنوا വഖഫ് ചെയ്തു നീട്ടാനുണ്ട് യുഅ്മിനു ولعبد مؤمن خير من مشرك ولو أعجبكم ഇവിടെ വലഅബ്ദും തൻവീന് മീം വന്നു ഇദ്ഗാം ബിഗുന്ന മുഅ്മിനുൻ ഖൈറുൻ ലാ മിൻ മുശ്രികിൻ വലൗ അഅജബകും നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഉലൈക യദ്ഊന ഇലന്നാർ വഖഫ് ചെയ്തു റാഇന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമായതുകൊണ്ട് ഇലന്നാർ മദ്ദ് ആരിദ് വരുന്നു. നീട്ടാനുള്ള റാഇന് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുണ്ടാവുകയും ചെയ്താൽ അല്പം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. മദ്ദ് ആരിദ് വരുന്നതാണ്. വല്ലാഹു യദ്ഉ ഇലൽ ജന്നതി വൽ മഗ്ഫിറതി ബിഇദ്നിഹി വല്ലാഹു വല്ലാന്നല്ല. കാരണം എന്താ അല്ലാഹു എന്ന വാക്കിന് മുമ്പ് ഫത്ഹ് വന്നു. കസറാണെങ്കിലേ ലാ എന്ന് പറയുകയുള്ളൂ. വല്ലാഹു യദ്ഉ ഇലൽ ജന്നതി വൽ മഗ്ഫിറ ജന്നതി ശദ്ദുള്ള നൂനാണ് മണിക്കണം. ജന്നതി വൽ ഇലൽ ജന്നതി വൽ മഗ്ഫിറ والمغفرة بإذنه അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ ബിഇദ്നിഹി വയുഹി എന്ന് നീട്ടണം. ബിഇദ്നി സാധാരണ ഒരു ചെറിയ നീട്ടല്ലേ ബിഇദ്നിഹി എന്നല്ല ബിഇദ്നിഹി വയുബയ്യിനു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ ആയാതിഹി നീട്ടണം.
ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. ഒന്നുകൂടെ വലാ തൻകിഹുൽ മുശ്രികാതി വലാ തൻകിഹുൽ ഹൂൽ എന്ന് പറയാൻ പാടില്ല. തൻകിഹുൽ നീട്ടാനുള്ളതിന് ശേഷം അല്ലേ അലിഫും ലാമൊക്കെ വരുന്ന സ്ഥലത്ത് അവിടെ ലാമിന് സുക്കൂൻ ഉണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യും? നീട്ടുകയില്ല. ولا تنكحوا المشركات حتى يؤمن ولا أمة مؤمنة خير من مشركة ولو أعجبتكم ولا تنكحوا المشركين حتى يؤمنوا ولعبد مؤمن خير من مشرك ولو أعجبكم أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة بإذنه ويبين آياته للناس لعلهم يتذكرون. 222 ആയത്ത് വയസ്അലൂനക അനിൽ മഹീദ്. വഖഫ് ചെയ്തു. ളാദിനെ തൊട്ട് മുമ്പ് നീട്ടാനുള്ള യാ ആണ് അല്ലേ? ളാദിനെ സുക്കൂന് നീട്ടാനുള്ള യാ. വൽ അനിൽ മഹീദ് ഖുൽ ഹുവ അദാ. അവിടെയാണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ തൻവീൻ ഫത്ഹ് നീട്ടാനുള്ള സ്ഥലത്ത് നമ്മളൊക്കെ വഖഫ് ചെയ്യുമ്പോൾ ഖുൽ ഹുവ അദാ, അദൻ എന്നല്ല അദാ എന്നല്ല, അദാ ഒരലിഫ് അദാ. അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ തൻവീന് ശേഷം ഫ ഒന്ന് ഇഖ്ഫാ ചെയ്യണം. ഖുൽ ഹുവ അദാ ഫഅ്തസിലുൻ നിസാഅ ഫിൽ മഹീദ് فاعتزلوا النساء في المحيض. എന്ന് പറയരുത്. ഫ കഴിഞ്ഞിട്ട് ഐനാണ്. അതിന്റെ ഇടയിൽ വസ്ലിന്റെ ഹംസ, ഈ ഒരു അലിഫുണ്ട്, അതിന്റെ പേരാണ് വസ്ലിന്റെ ഹംസ. അതിന്റെ മേലെ ഒരു ചിഹ്നം കണ്ടില്ലേ, സ്വാദിന്റെ ചിഹ്നം, അത് വസ്ലിന്റെ ഹംസയാണ്. അത് ഉച്ചരിക്കുകയില്ല കൂട്ടി വായിക്കുമ്പോ. ഫഅ്തസിലുന്നി അവിടെ വന്നല്ലോ വസ്ലിന്റെ ഹംസൊക്കെ. അതിന്റെ ശേഷം വാവിന്റെ ശേഷം ഒരു അലിഫുണ്ട്, അലിഫിന്റെ മുകളിൽ ഒരു 0 മാർക്ക് ഉണ്ട്, അതിന് ശേഷം ഒരു അലിഫുണ്ട്, സ്വാദുണ്ട് അല്ലേ? അലിഫിന്റെ മുകളിൽ സ്വാദുണ്ട്, ലാമണ്. ഇതൊന്നും ഉച്ചരിക്കൂല. അവിടെ ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ ഫഅ്തസിലുൽ എന്ന് പറയും. ലാമിന് സുക്കൂൻ ഇല്ലാത്തത് കൊണ്ട് ഫഅ്തസിലുൻ നിസാഅ ഫിൽ മഹീദ് ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين. മദ്ദാരി തോന്നുന്നു. ഒന്നുകൂടെ ويسألونك عن المحيض قل هو أذى فاعتزلوا النساء في المحيض ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين. 223 നിസാഉകും ഹർസുൻ ലക്കും ഫഅ്തു ഹർസകും അന്നാ ശിഅ്തും. നിസാഉകും ഹർസുൻ ലക്കും ഫഅ്തു ഹർസകും അന്നാ ശിഅ്തും.
وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه. അന്ന ശബ്ദമുള്ള നൂന് ശബ്ദമുള്ള മീമ് വരുന്നു. മീമിന്റെ ശേഷം മീമൊന്ന് കൂട്ടി വായിക്കണം. അന്നകും മുലാഖൂഹ്. ഹാഇന് സുക്കൂനെ തൊട്ട് മുമ്പ് വാവാണ്, നീട്ടാനുള്ള വാവാണ്. മദ് ആരിൽ വരുന്നു. അന്നകും ഒറ്റ മീം. അന്നകും മുലാഖൂഹ് വബശ്ശിരിൽ മുഅ്മിനീൻ. ഒന്നൂടെ ഇൻഷാ അല്ലാഹ്. ഇന്ന് ക്ലാസ് ഈ രൂപത്തിൽ മതിയല്ലേ ഇൻഷാ അല്ലാഹ്. പിന്നെ ബഖറ സൂറത്ത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് സ്പീഡ് നമുക്ക് കൂട്ടാം. സ്പീഡ് കൂട്ടാന്ന് പറയുമ്പോൾ പോത്തിൽ ചില വിഷയങ്ങൾ പിന്നെ പറയാതെ കൂടുതൽ പറയാതെ നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കുറച്ചൊരു സ്പീഡ് കൂടിയിട്ടുണ്ട് എന്നുള്ളത്. ആരൊക്കെ ഇൻഷാ അല്ലാഹ് അത് പിന്നെ ക്ലാസ് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത്, അല്ലെങ്കിൽ ഒന്ന് ശരിയാക്കാമായിരുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം. നിസാഉകും ഹർസുൽ ലക്കും ഫഅ്തു ഹർസകും അന്നാ ശിഅ്തും വഖദ്ദിമൂ ലിഅൻഫുസികും വത്തഖുല്ലാഹ വഅലമൂ അന്നകും മുലാഖൂഹു വബശ്ശിരിൽ മുഅ്മിനീൻ. വലാ تجعلوا الله عرضة لأيمانكم തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്നയാണ്. തജ്അലുല്ലാഹ് വഖഫ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ ولا تجعلوا الله عرضة لأيمانكم أن تبروا وتتقوا وتصلحوا بين الناس. അതാണ് മണിക്കുക. ബൈന അവിടെ തന്നെ രണ്ടാമത്തെ നൂനാണ് മണിക്കുന്നത്. ബൈനന്നാസ് മദ് ആരിലും വന്നു. والله سميع عليم. ولا تجعلوا الله عرضة لأيمانكم أن تبروا وتتقوا وتصلحوا بين الناس والله سميع عليم. لا يؤاخذكم الله باللغو في أيمانكم ولا يؤاخذكم بما كسبت. لا يؤاخذكم الله باللغو في أيمانكم മദ് മുൻഫസിലാണ് അല്ലേ. ഫീ എന്ന അവിടെ ഫായിന്റെ നീട്ടാനുള്ളതിന് ശേഷം ആ എന്ന് ഹംസ വന്നത് അടുത്ത വാക്കിലാണ്. മദ് മുൻഫസിലാണ്. ഫീ ഐമാനിക്കും എന്ന് ചുണ്ട് പൊട്ടിയതിനു ശേഷം ഫീ ഐമാനിക്കും വലാകിയുആഖിദുക്കും. തൻവീന്റെ ശേഷം സുക്കൂനുള്ള നൂനിന്റെ ശേഷം യാ വന്നു. ഇദ്ഗാം ബിഗുന്നയാണ്. നൂനിന്റെ യായിലേക്ക് കൊടുക്കുക. യാഇനെ കട്ടി കൂട്ടുന്നതിന് മുമ്പ് മണിക്കുക. വലാകിയുആഖിദുക്കും ബിമാ. സുക്കൂനുള്ള മീമിന്റെ ശേഷം ബാ വന്ന് ഇഖ്ഫാ ചെയ്യണം. മീമിന്റെ നിയമമാണ്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു ഇൻഷാ അല്ലാഹ്. يؤاخذكم بما كسبت قلوبكم
والله غفور حليم. للذين يؤلون من نسائهم تربص 4 أشهر من نسائهم. നിസാ എന്ന മദ്ദക്ഷരത്തിന്റെ അലിഫ് വന്നല്ലോ, അലിഫിന് ശേഷം ഈ എന്ന് വന്നത് അടുത്ത വാക്കിലല്ല, അതേ വാക്കിൽ തന്നെ മദ് മുത്തസിലാണ്, ചേർന്ന് വന്നതാണ്. മിൻ നിസാഇഹിം തറബ്ബുസു 4 അശ്ഹുർ فإن فاءوا فإن الله فاءوا മദ് മുത്തസിലാണ്. അതിന് മുമ്പ് فإن فاءوا فإن فاءوا فإن الله غفور رحيم. غفور ഇദ്ഗാം ബിലാ ഉന്നയാണ്, തൻവീനെ റായിലേക്ക് കൊടുക്കുക. ഗഫൂറുർ റഹീം. വഇൻ അസമു ഒന്നുകൂടെ. للذين يؤلون من نسائهم تربص 4 أشهر فإن فاءوا فإن الله غفور رحيم. وإن عزموا الطلاق فإن الله سميع عليم. وإن عزموا الطلاق فإن الله سميع عليم. 227 ആയത്തുകളാണ് ഓതിയത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നുകൂടി ഓതി നോക്കാം. കാണുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ക്ലാസ് കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ വാട്സപ്പിലെ ക്ലാസ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ് നഷ്ടപ്പെടാതെ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ താഴെയുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ, പിന്നെ അറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് പ്രായമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ക്ലാസ് കേൾക്കണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുട്ടികളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവർ ആ നമ്പർ എടുത്ത് തരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ആ ഗ്രൂപ്പിൽ ചേർന്നാൽ നമുക്ക് നഷ്ടപ്പെടാതെ ക്ലാസ്സുകൾ ലഭിക്കും. അതിനു വേണ്ടിയാണ് പറയുന്നത് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹ് أولئك يرجون رحمة الله والله غفور رحيم. يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما ويسألونك ماذا ينفقون قل العفو كذلك يبين الله لكم الآيات لعلكم تتفكرون. في الدنيا والآخرة ويسألونك عن اليتامى قل إصلاح لهم خير وإن تخالطوهم فإخوانكم والله يعلم المفسد من المصلح ولو شاء الله لأعنتكم إن الله عزيز حكيم. ولا تنكحوا المشركات حتى يؤمن ولأمة مؤمنة خير من مشركة
خير من مشركة ولو أعجبتكم ولا تنكحوا المشركين حتى يؤمنوا ولعبد مؤمن خير من مشرك ولو أعجبكم أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة بإذنه ويبين آياته للناس لعلهم يتذكرون ويسألونك عن المحيض قل هو أذى فاعتزلوا النساء في المحيض ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين نساؤكم حرث لكم فأتوا حرثكم أنى شئتم وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين ولا تجعلوا الله عرضة لأيمانكم أن تبروا وتتقوا وتصلحوا بين الناس والله سميع عليم لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما كسبت قلوبكم والله غفور حليم للذين يؤلون من نسائهم تربص 4 أشهر فإن فاءوا فإن الله غفور رحيم وإن عزموا الطلاق فإن الله سميع عليم صدق الله العلي العظيم അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ഓതിയതിൻ്റെയൊക്കെ മിസ്ല സവാബ് അള്ളാഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഹളറാത്തിലേക്ക് എത്തിച്ച് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയ ഭർത്താവ്, ഉപ്പ, ഉമ്മ, ഭാര്യ ഇങ്ങനെ തുടങ്ങിയ മക്കൾ തുടങ്ങിയ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ഹളറാത്തിലേക്ക് എത്തിച്ച് അവർക്കൊക്കെ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉയർന്ന പദവികൾ നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരും കഴിവിൻ്റെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ദുആയിലൊക്കെ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.